അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയനായ ഈ തസ്കിയത്ത് സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ അഹമ്മദ് കുട്ടി മദനി, ബഹുമാന്യനായ ജലീൽ മാഷ് അടക്കമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി കഴിഞ്ഞ 2 വർഷങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്ന തസ്കിയത്ത് സംഗമം പടച്ചവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 3-ാം തവണയും വലിയ പ്രയാസങ്ങൾ ഇല്ലാതെ അരീക്കോട് വെച്ച് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ISMൻ്റെ ജില്ലാ സമിതി ഏറെ സന്തോഷകരന്മാരാണ്. പടച്ചവനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ നോമ്പുകാലത്ത് ഇങ്ങനെ ഒരു ഹാളിൽ ഒരുമിച്ചിരിക്കാൻ പലരും ചോദിച്ചു, എന്തിനാണ് ഇത്തരത്തിലുള്ള സാമ്പത്തികമായൊക്കെ കുറേ ബാധ്യതകളുണ്ടാക്കി ഇങ്ങനെ നോമ്പുകാലത്ത് ഒരുമിച്ചിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ അവസരം ഉണ്ടാക്കുന്നതെന്ന്. നേരത്തെ മുസ്വർ സൂചിപ്പിച്ച പോലെ വർഷത്തിലൊരിക്കൽ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലുള്ള KNMകാരും MGMകാരും IGMകാരും ISMകാരൊക്കെ ഇങ്ങനെ ഒന്ന് കൂടിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ISM ഇതുകൊണ്ട് ആദ്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അന്നേ ദിവസം നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന് ഇഫ്താറോടുകൂടിയൊക്കെ പിരിഞ്ഞ് സന്തോഷത്തോടു കൂടെ തസ്കിയത്ത് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് ആ ഒരു ഊർജത്തോടു കൂടെ വരുന്ന മാസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ കർമ്മരംഗത്ത് സജീവമാകുക എന്നുള്ളതാണ് 2ാമത്തെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ISM 2 വർഷമായി ഈ ഒരു തസ്കിയത്ത് സംഗമം സംഘടിപ്പിച്ചു വരുന്നത്. പിന്നീട് നമുക്കറിയാം, ഈ സമകാലിക സാഹചര്യം, ലഹരിയും ലിബറൽ വാദങ്ങളും യുക്തിവാദവുമൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ നാട്ടിലുമൊക്കെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ടത്തെ പോലെയൊന്നുമല്ല. അത് നമ്മുടെ വീടകങ്ങളിൽ വരെ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ നിലക്കും ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന, മലയാളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലേക്ക് വളരെ വേഗത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സമകാലിക സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതിനേക്കാൾ ഊർജത്തോടുകൂടെ അല്ലെങ്കിൽ വേഗതയോടുകൂടെ യുക്തിവാദവും അതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധമാണ് ISM തസ്കിയത്ത് സംഗമത്തിലൂടെയും മറ്റുള്ള പ്രോഗ്രാമുകളിലൂടെയുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതും അതിനെതിരെയുള്ള പോരാട്ടങ്ങളാണ്. അതിന് എല്ലാവരെയും ആ കൂട്ടായ പ്രയത്നമുണ്ടെങ്കിൽ, അത് സാധാരണ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സാധാരണ എന്തെങ്കിലും കൂട്ടായ്മകളുണ്ടാവും. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, മതസംഘടനകളുണ്ടാവും, മഹല്ല് കമ്മിറ്റികളുണ്ടാവും. അങ്ങനെ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റിയൊക്കെ തട്ടിക്കൂട്ടി അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനവും അതിന് ബോധവൽക്കരണ ക്ലാസ്സുകളും ചിലപ്പോൾ 1-2 ദിവസം, ഇപ്പോൾ ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ അവിടെ പാലം പരിസരമൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് സ്ക്വാഡൊക്കെ ഇറങ്ങി, അതൊക്കെ ഒരു ഏറി വന്നാൽ ഒരാഴ്ച. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഫോളോ അപ്പോ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളോ ഉണ്ടാവുന്നില്ല. പക്ഷെ അതിനുള്ളൊക്കെ അതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷെ അതൊന്നൊരു ശാശ്വത പരിഹാരമായിട്ട് ISM കാണുന്നില്ല എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതോടൊപ്പം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അത് നമുക്കിവിടെ സംസാരങ്ങളിലൂടെ കൃത്യമായി അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. എങ്ങനെയാണോ ഒരു വിശ്വാസിയോട് അതിൻ്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടെ ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ആ ജീവിതത്തിലെ എല്ലാ വശങ്ങളും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നടന്നാൽ തന്നെ, കൃത്യമായി മതബോധമുള്ള ഒരു ആളായി നടന്നാൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സ്വാഭാവികമായും നമുക്ക് പ്രേരണയുണ്ടാവും. അതിലേക്കാണ് ISM എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് ISM നിർദ്ദേശിക്കുന്നതും.
നഗരങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കൊട്ടേഷൻ സംഘങ്ങളും മാഫിയ ഗ്യാങ്ങുകളൊക്കെ വലിയ വലിയ നഗരങ്ങളിലായിരുന്നു. അതൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യമാണ് ഉള്ളത്. അത് നമ്മുടെ താമരശ്ശേരി ആയിരുന്നാലും മറ്റുള്ള അടിവാരമായിരുന്നാലും അത്തരം പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. അതിനൊക്കെതിരെയുള്ള ധാർമ്മിക പോരാട്ടമാണ് ISM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തസ്കിയത്ത് സംഗമത്തിലൂടെ ISM നൽകാൻ ആഗ്രഹിക്കുന്നതും ഇത്തരം ഒരു മതബോധമുള്ള, ആശയബോധമുള്ള യുവജന വിദ്യാർത്ഥി സമൂഹത്തെ കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള ഉത്ബോധനം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു ഹാളിൽ നിന്ന് തസ്കിയത്ത് സംഗമം കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ഒരു യുവത്വത്തെ ധർമ്മവാദയിൽ നിർത്താനുള്ള അജണ്ടകളുമായി വേണം ISMകാരും മറ്റുള്ള പ്രവർത്തകരും ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. ISMൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഈ ജില്ലയിലെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ യുവത്വം എത്രത്തോളം മതത്തെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം മതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുവെച്ചാൽ, ഉദാഹരണമായിട്ട് നമ്മളിപ്പം ഒരു മരണമൊക്കെ നമ്മളെ വീട്ടിൽ സംഭവിച്ചാൽ അവിടെ മതം ഉണ്ടാവും. അവിടെ അത് ഏത് മതമില്ലാത്ത ആളുകളും, അല്ലെങ്കിൽ ഇപ്പം നമസ്കരിക്കാൻ പറഞ്ഞാൽ അവനെ അവിടെ കിട്ടില്ല, മറ്റുള്ള ഏതെങ്കിലും നല്ല പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞാൽ അവനെ അവിടെ കിട്ടില്ല. പക്ഷേ ഒരു മരണമൊക്കെ വീട്ടിൽ നടന്നാൽ അവനെ മതത്തെ ആവശ്യമുണ്ടാവും. ആളുകളെ നമസ്കരിക്കാൻ കൂടെ ആളുകൾ വേണം. അതിനുള്ള എല്ലാ മതചിട്ടങ്ങളും അവിടെ വീടിൻ്റെ പരിസരത്തുമൊക്കെ അവനൊരുക്കും. പക്ഷേ അതിനു മുമ്പുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനെ അത്തരം ആളുകളെ നമ്മുടെ സദസ്സുകളിലേക്കോ നമ്മുടെ കൂട്ടായ്മകളിലേക്കോ വരുന്നില്ല. അപ്പം അത് മാറി ചിന്തിക്കേണ്ട കാലം ആയിട്ടുണ്ട്. അത്തരം ആളുകളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിനാണ് ISM ഓരോ കാലത്തും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജിഹാദ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ജിഹാദ് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ജിഹാദ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ച ജിഹാദ് ആത്മസമർപ്പണം എന്നുള്ളതാണ്. ആ ആത്മസമർപ്പണം ISMകാരായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നാലെ വരുന്ന ഒരു സമൂഹത്തെ അത് നമ്മുടെ വഴിയിൽ കിട്ടില്ല എന്നുള്ള ബോധ്യം ഓരോ ആളുകൾക്കും ഉണ്ടാവണമെന്ന് കൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ ഷബാബ്, നമുക്കറിയാം, ഷബാബിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചാരണ മാസക്കാലമാണ് ഈ ഒരു കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങൾക്കെതിരെയും പ്രതിരോധം തീർത്ത നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശ ജിഹ, ആ ജിഹയെ ഏറ്റെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സമകാലിക ഷബാബിൻ്റെ ലേഖനങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി ഏത് വിഷയത്തിലും പ്രതിരോധം തീർക്കാൻ ഒരു വിശ്വാസിക്ക്, അല്ലെങ്കിൽ ഏതൊരാൾക്കെടുത്ത്, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അവനുള്ള ലേഖനം നമ്മുടെ ഷബാബിലുണ്ട്. ഏത് തരത്തിലുള്ള ആളുകൾക്കെടുത്ത്, കുട്ടികൾക്കെടുത്ത് നോക്കിയാലും വിദ്യാർത്ഥിനികൾക്ക് എടുത്ത് നോക്കിയാലും സ്ത്രീകളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെ പറ്റിയ ലേഖനങ്ങൾ ഷബാബിലുണ്ട്. ആ ഷബാബിനെ നെഞ്ചേറ്റാൻ, അതിനെ കൃത്യമായി വരി ചേർത്ത് പ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ ഓരോ പ്രവർത്തകനും മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം ആഹ്വാനം ചെയ്യുകയാണ്.